السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് ആമുഖമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടുകൂടി ജീവിക്കുവാനും ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും പരിപൂർണ വിശ്വാസികളായി ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കോഴിക്കോട് ജില്ല സംഘടിപ്പിക്കുന്ന ഹദീസ് സെമിനാറിലാണ് നാം സംഗമിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റബ്ബിന്റെ നാമത്തിൽ ഈ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യും. ഹദീസുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചർച്ചകൾ, അതിലെ വ്യത്യസ്ത തലങ്ങൾ നാടിന്റെ വിവിധ കോണുകളിൽ പല തരത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ അവിടെ അനിവാര്യമായും മുസ്ലിം സമുദായം അറിയേണ്ടുന്ന ചില വശങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന നിലക്കാണ് എല്ലാ വർഷവും ഹദീസുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ ISMന്റെ നേതൃത്വത്തിൽ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സാമൂഹ്യ പാഠങ്ങൾ എന്ന ടൈറ്റിൽ ഒതുങ്ങിക്കൊണ്ടാണ് ഈ വർഷത്തെ ഹദീസ് സെമിനാറുകൾ എല്ലാ ജില്ലകളിലും എന്ന പോലെ ഈ ജില്ലയിലും സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ബഹുമത സമൂഹത്തിലെ മുസ്ലിം എന്ന ശീർഷകത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഈ ഉദ്ഘാടന സംസാരത്തിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുവാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവിക മതമായ ഇസ്ലാം അതിനെ മതമായി സ്വീകരിച്ച ഒരു മുസ്ലിമിന്റെ സവിശേഷത തന്നെ അവന് ഏത് സമൂഹത്തിലും ഏത് ചുറ്റുപാടിലും ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പര്യാപ്തനാകും എന്നതാണ്. ഏതെങ്കിലും പ്രത്യേകമായ ഒരു സമൂഹത്തിൽ മാത്രമേ ജീവിക്കാവൂ എന്ന, അതല്ലെങ്കിൽ പ്രത്യേക സാഹചര്യമുള്ള രാജ്യങ്ങൾ തെരഞ്ഞുപിടിച്ച് അങ്ങോട്ട് എല്ലാ മുസ്ലിമീങ്ങളും എത്തിച്ചേർന്ന് അവിടെ ജീവിക്കുകയാണ് വേണ്ടത് എന്ന
ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ലോകത്തിന്റെ ഏത് കോണിലും ഏതു ജനവിഭാഗങ്ങൾക്കിടയിലും ജീവിക്കുകയും എന്നാൽ തന്റെ ആശയാദർശങ്ങൾ വളരെ കണിശമായി തന്നെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം ആ മതത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുമായും കൃത്യമായ ഇടപെടലുകൾ നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്നവനാണ് ഒരു ശരിയായ സത്യവിശ്വാസി. വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിശേഷണങ്ങൾ ഹദീസിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ഈ വസ്തുത കൃത്യമായി ബോധ്യപ്പെടും. ഉദാഹരണമായി നബി തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിൻ യഅ്ലിഫ് വയുഅ്ലഫ് വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുഅ്ലഫ്. സത്യവിശ്വാസി യഅ്ലിഫ് വയുഅ്ലഫ്, ജനങ്ങളുമായി ഇണങ്ങുന്നവരാണ്, ജനങ്ങൾക്ക് ഇങ്ങോട്ട് ഇണങ്ങാൻ പര്യാപ്തമായവനുമാണ് സത്യവിശ്വാസി. എന്ന് മാത്രമല്ല ഹദീസിന്റെ ബാക്കി ഭാഗം വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുഅ്ലഫ്, ഇണങ്ങാൻ പറ്റാത്ത ഒരാളിൽ ഒരു നന്മയുമില്ല, അയാൾ ഒരു ഖൈറുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്നുള്ളത് അവൻ ഇണക്കമുള്ളവനാണ്. ആരോട് ഇണക്കം? ഏതു മനുഷ്യരോടും ഏത് സാഹചര്യത്തിലും ഏത് നാട്ടിലും എവിടെ ചെന്നാലും അവിടെയൊക്കെ മനുഷ്യരുമായി ഇണങ്ങാൻ കഴിയുന്ന, മനുഷ്യരുമായി ഇടപഴകാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഒരു വിശ്വാസി എന്നർത്ഥം. മാത്രവുമല്ല, ഒരു സത്യവിശ്വാസി ഈ ലോക ജീവിതം അവസാനിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകേണ്ട സാഹചര്യം എന്ത് എന്ന് പഠിപ്പിക്കുന്നിടത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടു തരം മരണമാണ് പൊതുവെ മനുഷ്യർക്കുണ്ടാവുക. ഒന്നുകിൽ അവൻ മുസ്തരീഹാണ്, അതല്ലെങ്കിൽ അവൻ മുസ്തറാഹുൻ മിൻഹുവാണ്. അഥവാ മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ മരണമെന്നത് അവന് ആശ്വാസമായിരിക്കും. ഈ ഭൗതികമായ ലോകത്ത് ഓടിത്തളർന്ന് എല്ലാ രംഗത്തും ഇടപെട്ട് ക്ഷീണിച്ച് അധ്വാനിച്ച് മതത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് അതേസമയം എല്ലാ രംഗത്തും ഒരു നന്മ ചൊരിയുന്ന ഒരു വടവൃക്ഷം പോലെ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന വടവൃക്ഷം പോലെ സമൂഹത്തിന് മൊത്തം നന്മകൾ പ്രദാനം ചെയ്യുന്നവനായി നിലകൊണ്ട് അങ്ങനെ ക്ഷീണിച്ച് അധ്വാനിച്ച മനുഷ്യൻ അവസാനം ആ അധ്വാനങ്ങളുടെ ഫലം സ്വീകരിക്കാനായി അനുഭവിക്കാനായുള്ള യാത്രയാണ് അവനെ സംബന്ധിച്ച് മരണമെന്നത്. ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതം അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അവൻ ശരിയായ ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണല്ലോ. അതുകൊണ്ട് ശരിയായ സത്യവിശ്വാസിക്ക് മരണമെന്നത് ആശ്വാസമാണ്, റാഹത്താണ്. എല്ലാ ദോഷങ്ങളിൽ നിന്ന്, എല്ലാ തിന്മയിൽ നിന്നും, എല്ലാ ഫിത്നയിൽ നിന്നും, എല്ലാ ഫസാദിൽ നിന്നും എല്ലാം മുക്തമായി അവന്റെ തിരക്കുകൾ അവസാനിച്ച് ജീവിതത്തിൽ അഥവാ പാരത്രികമായ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിലെ നന്മകളുടെ പ്രതിഫലം അനുഭവിക്കാനുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മരണത്തോട് കൂടി ഒരു വിശ്വാസിക്കുള്ളത്. എന്നാൽ അല്ലാത്ത ചില ആളുകൾ മരിക്കുമ്പോൾ അവന് സംഭവിക്കുന്നത് മുസ്തറാഹുൻ മിൻഹു, അവന്റെ മരണം ബാക്കിയുള്ളവർക്ക് ആശ്വാസമായി മാറുമെന്നാണ്. നാട്ടിൽ കുഴപ്പക്കാരനായി, നാട്ടിൽ ശല്യക്കാരനായി, വീട്ടിലും അയാൾ പ്രയാസം ഉണ്ടാക്കുന്ന ആളായി, എവിടെയും ആരുമായി ഇണങ്ങാത്ത, ആരുമായി ഇണങ്ങിച്ചേരാത്ത, ആർക്കും പരസ്പരം ഒന്നും അടുക്കാൻ പറ്റാത്ത, സഹായ സഹകരണങ്ങളിൽ എവിടെയും അവനെ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ശല്യക്കാരനായി, ഒരു കുഴപ്പക്കാരനായി വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സംഘടനയിലും കൂട്ടായ്മയിലും എല്ലായിടത്തും ഉണ്ടായി അവസാനം അയാൾ മരിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് ആശ്വാസം അയാൾ പോയി കിട്ടി, ശല്യമൊഴിവായി കിട്ടി എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടവും ഈ രണ്ട് രൂപത്തിലാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ മരണമുണ്ടാവുക. ഒന്നുകിൽ അവന്റെ മരണം അവന് ആശ്വാസമാണ്, അതല്ലെങ്കിൽ അവന്റെ മരണം മറ്റുള്ളവർക്ക് ആശ്വാസമാണ്. എന്നാൽ സത്യവിശ്വാസി അവൻ മരിക്കേണ്ടത് മുസ്തരീഹായി കൊണ്ടാണ്. അവന്റെ മരണം അവൻ ആശ്വാസമായി മാറണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽ കാണാം, വജ്അലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ,
മരണമെന്നത് എനിക്കിനി എല്ലാ ഷർറിൽ നിന്നുമുള്ള ഒരു ആശ്വാസമായി റാഹത്തായി നിശ്ചയിക്കണേ എന്നാണ്. വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ഷർ, എല്ലാ ഷർറിൽ നിന്നും, എല്ലാ ദുരിതത്തിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള ഒരു ശമനമായ ആശ്വാസമായി നീ മരണത്തെ നിശ്ചയിക്കണേ അല്ലാഹ്. ജീവിക്കുകയാണെങ്കിലോ വജഅലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ, ജീവിതമെന്നത് എല്ലാ ഖൈറിലുമുള്ള, എല്ലാ നന്മയിലുമുള്ള ഒരു വർധനവാക്കി നീ മാറ്റുകയും ചെയ്യണേ എന്ന് അതേ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന് ഇത്തരം പ്രവാചക വചനങ്ങൾ ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതുപ്രകാരം ജീവിക്കുന്ന സത്യവിശ്വാസിയാണെങ്കിൽ അവൻ മതസമൂഹത്തിലാണെങ്കിലും ബഹുമത സമൂഹത്തിലാണെങ്കിലും ഇനി ഒരു മതവും സ്വീകരിക്കാത്ത നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയുടെ കൂട്ടത്തിലാണ്, ഒരു രാജ്യത്തിന് കീഴിലാണ് അയാൾ ജീവിക്കുന്നെങ്കിൽ പോലും അവിടെയും അയാൾക്ക് അയാളുടേതായ ചില അടയാളങ്ങൾ രേഖപ്പെടുത്താനുണ്ട് എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, വിശ്വാസി ലോകത്തേക്ക് മാതൃകാ പുരുഷന്മാരായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അഖിലവും പരിശോധിക്കുമ്പോൾ ഒട്ടുമിക്ക പ്രവാചകന്മാരും എന്നല്ല മുഴുവൻ പ്രവാചകന്മാരും എന്ന് തന്നെ പറയാം, എല്ലാം നിയോഗിക്കപ്പെട്ടത് ബഹുമത സമൂഹത്തിൽ തന്നെയാണല്ലോ. അതല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യത്തേക്കല്ല പ്രവാചകന്മാർ വന്നത്, ഒരു മുസ്ലിം സൊസൈറ്റിയിലേക്കല്ല പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ റസൂലുമാർ നിയോഗിക്കപ്പെട്ടതെല്ലാം മറ്റ് ഇതര ആദർശങ്ങൾ സ്വീകരിച്ച, ഇതര മതവിശ്വാസങ്ങൾ സ്വീകരിച്ച, ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന സമൂഹത്തിലേക്ക് തന്നെയാണ് പ്രവാചകന്മാർ അഖിലവും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നൂഹ് നബി നിയോഗിക്കപ്പെട്ടത് ആരിലേക്കായിരുന്നു? വിഗ്രഹാരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആ ജനവിഭാഗത്തിലേക്കാണ് ആ നാട്ടുകാരനായ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ആ സമൂഹത്തിലേക്ക് വന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ശൈലിയോ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ. യാ ഖൗമി, യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ ജനതയെ, എന്റെ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഖുർആൻ ആ നൂഹ് നബിയെയും ആ സമൂഹത്തെയും പരസ്പരം ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതും ഇത് ഖാലലഹും അഖൂഹും എന്നാണ്, അവിടെ സഹോദരനായ നൂഹ് എന്നാണ്. ആ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ ആ സമൂഹത്തിന്റെ സഹോദരനായ നൂഹ് എന്ന് നൂഹ് നബിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. നൂഹ് നബിയെ മാത്രമല്ല ശേഷം വന്ന റസൂലുമാരെയും അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. വഇലാ ആദിൻ അഖാഹും ഹൂദ, ഖുർആൻ പറയുന്നു വഇലാ ആദിൻ, ആദ് സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചു അഖാഹും ഹൂദ, അവിടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചുവെന്നാണ്. ആരാണ് ആദ്? ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് അവരെ കുറിച്ച് പറഞ്ഞത് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നാണ്. സമാനമായ ആളുകൾ പിന്നീട് ചരിത്രത്തിൽ നാടുകളിൽ എവിടെയും സൃഷ്ടിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആ തരത്തിൽ ധിക്കാരികളായി ജീവിച്ച, എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളും ശക്തിയും ഉണ്ടായിരുന്ന ആ ശക്തി മുഴുവനും ധിക്കാരത്തിന് വേണ്ടി, ശിർക്കിന് വേണ്ടി, ദൈവനിരാസത്തിന് വേണ്ടി സ്വീകരിച്ച് തോന്നിവാസികളായി ജീവിച്ച ആ ജനതയിലേക്ക് വന്ന അവിടെ പ്രവാചകനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഹൂദ് നബിയും ആ സമൂഹം തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം അഖാഹും ഹൂദ എന്നാണ്. അവിടെ സഹോദരനായ ഹൂദ് എന്ന പദപ്രയോഗം ചില ചിന്തകൾ തീർച്ചയായും നമുക്ക് നൽകേണ്ടതുണ്ട്. അടുത്ത തലമുറയെ പറ്റി പറയുമ്പോഴോ വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദുകാരിലേക്ക് അവിടെ സഹോദരനായ സ്വാലിഹിനെ നാം നിയോഗിച്ചുവെന്നാണ്. സമൂദും തന്നെ ആദിന്റെ കൂടെ വിശുദ്ധ ഖുർആൻ കൂട്ടിപ്പറഞ്ഞ അവരോട് കിടപിടിക്കുന്ന ധിക്കാരത്തിൽ, തോന്നിവാസങ്ങളിൽ, തിന്മകളിൽ ആദിനോട് കിടപിടിക്കുന്ന ജനവിഭാഗമായിരുന്നുവല്ലോ സമൂദുകാർ. ആ സമൂദുകാരിലേക്ക് വന്ന വഴികാട്ടിയായ, മാർഗദർശിയായ പ്രവാചകർ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ആ സ്വാലിഹ് നബി അവിടെ വന്ന് പ്രബോധനം ചെയ്യുമ്പോൾ യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ ജനതയെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രബോധനം ചെയ്യുന്നത്. അഖാഹും സ്വാലിഹ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്, സഹോദരനായ സ്വാലിഹ് എന്നാണ്. വഇലാ മദിയന
മദിയന അഖാഹും ശുഐബ, മദിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെയും നാം നിയോഗിച്ചുവെന്ന് ഖുർആൻ ശേഷം പറയുന്നു. അതേ, ഓരോ ജനവിഭാഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും ആ സമൂഹത്തിന്റെ സഹോദരന്മാരായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അത് ഏത് സാഹോദര്യമാണ്? സാഹോദര്യം പലതരത്തിലുണ്ട് എന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദർശപരമായി മതപരമായ സാഹോദര്യം അത് വേറെ തന്നെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഒരേ ഉദരത്തിൽ പിറന്ന ഒരേ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജന്മമെടുത്ത സഹോദരങ്ങളെ പോലെയാണ് സത്യവിശ്വാസികൾ, ഏകദൈവ വിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നു. ശരിയാണ്. ആ സാഹോദര്യ ബന്ധം വിശ്വാസികൾ തമ്മിലേയുള്ളൂ. ആ സാഹോദര്യ ബന്ധം ഒരേ ആദർശം സ്വീകരിച്ച ആളുകൾ തമ്മിലേയുള്ളൂ. സ്വാഭാവികമാണല്ലോ, അതത്രേ ഉണ്ടാവുകയുമുള്ളൂ. ഭൗതികമായും നമ്മൾ കാണുന്ന അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. ഏത് ആശയം സ്വീകരിച്ചവനും അതേ ആശയം സ്വീകരിച്ചവനോട് ഒരു പ്രത്യേകമായ ബന്ധം സ്വാഭാവികമായി ഉണ്ടാകും. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും ശരി, അത് മതരംഗത്താണെങ്കിലും ശരി, ഏതു നിലപാടിലാണെങ്കിലും ഒരാളുടെ നിലപാട് എന്താണോ അതേ നിലപാടുള്ള അതേ ആദർശമുള്ള ആളുകളോട് ഒരു പ്രത്യേകമായ ബന്ധം അത് സ്വാഭാവികമാണ്. ഒരു ഹൈന്ദവന് മറ്റൊരു ഹൈന്ദവനോടുള്ള ബന്ധം ഒരിക്കലും ഒരു മുസ്ലിമിനോടും ക്രൈസ്തവനോടും വെച്ച് പുലർത്താൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനിയോടുള്ള ബന്ധം ഒരു മുസ്ലിമിനോട് വെച്ച് പുലർത്താൻ, ഒരു ഹൈന്ദവനോട് വെച്ച് പുലർത്താൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്തേ? അത് ആദർശപരമായിട്ടുള്ള മനസ്സിന്റെ പൊരുത്തമാണ്. രാഷ്ട്രീയ രംഗത്താണെങ്കിലും ശരി, ഏത് നിലപാട് സ്വീകരിച്ചാലും ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു പ്രത്യേകമായ മാനസികമായ വൈകാരികമായ ബന്ധവും അടുപ്പവുമുണ്ട്. എന്നാൽ സമാനമായി ഏകദൈവ ആരാധനയെ അടിസ്ഥാന ആശയമായി സ്വീകരിച്ച ഒരു മുസ്ലിമിന് അതേ ആശയം സ്വീകരിച്ച മുസ്ലിമിനോട് ഒരു പ്രത്യേകമായ ബന്ധമുണ്ടാകും. അത് വേണ്ടെന്ന് പറയാൻ, ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ സാധ്യമല്ല. അത് മനുഷ്യന്റെ മനസ്സിന്റെ സവിശേഷതയാണ്. ആ ബന്ധത്തെ ഇസ്ലാം കൃത്യമായി എടുത്ത് പഠിപ്പിക്കുകയും ചെയ്തു. വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളാണെന്ന വാക്യത്തിലൂടെ ഒരേ ഉദരത്തിൽ പിറന്ന ഒരേ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട ആ ഗർഭാശയത്തിൽ നിന്ന് ജന്മമെടുത്ത സഹോദരങ്ങളെ പോലെയാണ് സത്യവിശ്വാസികൾ പരസ്പരം. എന്നാൽ അതിനർത്ഥം മറ്റാരുമായും യാതൊരു ബന്ധവും പാടില്ല എന്നോ മറ്റാരുമായും ഒരു സാഹോദര്യവും നിലനിൽക്കുന്നില്ല എന്നോ ആണോ? ഒരിക്കലുമല്ല. അവിടെയാണ് ഈ വചനങ്ങൾ, നേരത്തെ ഓതിയ ആയത്തുകൾ നാം കൂട്ടി വായിക്കേണ്ടത്. മനുഷ്യർ തമ്മിലുള്ള വ്യത്യസ്ത പരിഗണനയുള്ള ബന്ധങ്ങളും സാഹോദര്യങ്ങളുമുണ്ട്. അവിടെ ഹൂദ് നബിയും അതേപോലെ സോലിഹ് നബിയും നൂഹ് നബിയും ശുഐബ് നബിയും അലൈഹിമുസ്സലാം അവരുടെ സമൂഹത്തോട് കാണിച്ച ആ സാഹോദര്യം, ആ ഉഖുവത്ത്, അത് എന്തായിരുന്നു? അഖാഹും ഹൂദ എന്ന്, അഖാഹും സോലിഹ എന്ന്, അഖാഹും ശുഐബ എന്നൊക്കെ സഹോദരൻ എന്ന് പരിചയപ്പെടുത്തിയ ആ സാഹോദര്യം എന്താണ്? അത് രക്തബന്ധത്തിലൂടെയുള്ള സാഹോദര്യ ബന്ധമുണ്ട് ഒരു ഭാഗത്ത്. അതേപോലെ ഒരു നാട്ടുകാർ എന്ന നിലക്കുള്ള സാഹോദര്യ ബന്ധമുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഒരു നാട്ടിൽ പിറന്നവരാണ്, ഒന്നിച്ചു വളർന്നവരാണ്, ഒന്നിച്ചു കളിച്ചവരാണ്, ഒന്നിച്ച് എല്ലാ രംഗത്തും ഇടപഴകി ജീവിച്ചവരാണ്, അയൽവാസികളാണ്, പരസ്പര ബന്ധുക്കളാണ്, രക്തബന്ധുക്കളാണ്, ഒരേ നാട്ടുകാരാണ്. ആ നിലയ്ക്കുള്ള ഒരു സാഹോദര്യ ബന്ധം, അതെ, ആ സാഹോദര്യ ബന്ധം ഒരു മുസ്ലിമിന് അവൻ ജീവിക്കുന്ന രാജ്യത്ത് ഏതു മതക്കാരോടാവട്ടെ അവനോട് ആ നിലയ്ക്കുള്ള ഒരു സാഹോദര്യം, ആ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യക്കാർ എന്ന നിലയ്ക്കുള്ള ഒരു സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം ഒരിക്കലും വിലക്ക് ഏർപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല അത് അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നാണല്ലോ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അത്തരം സമുദായങ്ങൾക്കിടയിൽ വന്ന് ജീവിച്ച് ആ സമൂഹത്തോട് നേരിന്റെ വഴിയിലേക്ക് അവരെ മാർഗദർശനം നടത്തിയ, പ്രബോധനം ചെയ്ത പ്രവാചകന്മാർ ഏകദൈവ വിശ്വാസത്തിലേക്ക് ആ സമൂഹത്തെ ക്ഷണിച്ചപ്പോൾ അവരൊക്കെ ആ പ്രവാചകനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ആ പ്രതികരണത്തെ എടുത്തു പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പ്രതികരണമാണ് ഒട്ടുമിക്ക പ്രവാചകന്മാരോടും ആ സമൂഹങ്ങൾ പറഞ്ഞ ഒരു ഭീഷണി. ആ പ്രവാചകന്മാരോട് ആ സമൂഹം മുമ്പോട്ട് വെച്ച ഒരു ഭീഷണിയായി ഖുർആൻ എടുത്തു പറഞ്ഞത് ലനുഖ്രിജന്നക എന്നാണ്. നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്നാണ് ശുഐബ് നബിയോട് ആ സമൂഹം പറഞ്ഞത്. ഖുർആൻ എടുത്തു പറയുന്നു, ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക്, ഞങ്ങളുടെ ഈ ആദർശ വീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം
അതല്ലാത്ത പക്ഷം ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്ന് ആ പ്രവാചകന്മാരോട് ആ സമൂഹം ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഇസ്ലാമിക രാജ്യമല്ലാത്ത, ഇസ്ലാമിക സമൂഹം മാത്രം ജീവിക്കുന്ന നാടല്ലാത്ത ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയാണോ ചെയ്തത്, അതോ അതൊരു ഭീഷണിയായി അവർ കാണുകയാണോ ചെയ്തത്? ആ രാജ്യത്ത് നിന്ന് താൻ ജനിച്ച നാട്, അത് ഏത് നാടാകട്ടെ, താൻ ജനിച്ച രാജ്യം, അത് ഏത് മതം സ്വീകരിച്ച, ഏത് രൂപത്തിൽ ജീവിക്കുന്ന രാജ്യമാകട്ടെ, ജനിച്ച നാട്, ജീവിക്കുന്ന നാട് എന്ന നിലക്ക് അതിനൊരു മാനസികമായ ബന്ധം ഏതൊരാൾക്കും ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടല്ലേ അതൊരു ഭീഷണിയായി അവർ ഉന്നയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മക്കക്കാരായ ആളുകൾ പ്രവാചകന്റെ ബന്ധുക്കളാണ്, അടുത്തടുത്ത ബന്ധുക്കളാണ്, അയൽവാസികളാണ്. ചെറുപ്രായം മുതലേ ഒന്നിച്ചു കളിച്ചു വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. മക്കക്കാര് മുഴുവനും കഅബയുടെ ചുറ്റുഭാഗത്തായും പരിസര പ്രദേശങ്ങളിലായിട്ടാണല്ലോ നബിയും അബൂജഹലും അബൂലഹബും അടക്കമുള്ള എല്ലാവരുടെയും വീടുകൾ സ്ഥിതി ചെയ്തത് ആ കഅബാലയത്തിന്റെ ചുറ്റുപാടുകൾ തന്നെയായിരുന്നു. അവരെല്ലാം കളിക്കൂട്ടുകാരാണ്, അവരെല്ലാം പരസ്പര ബന്ധുക്കളാണ്, അവരെല്ലാം എല്ലാ അർത്ഥത്തിലും കൊണ്ടും കൊടുത്തും സഹിച്ചും സഹകരിച്ചും ജീവിച്ചു വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. അവിടെ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറയുന്ന ആ നിമിഷങ്ങളിൽ അവർ തമ്മിൽ ആദർശരംഗത്ത് ശത്രുക്കളായി മാറി. ആദർശരംഗത്ത് ശത്രുത വെച്ചു പുലർത്തിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ കാര്യം എന്തായിരുന്നുവെന്നോ നബി തങ്ങൾ പറഞ്ഞത്, ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് ഈ പ്രബോധന ദൗത്യത്തിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എനിക്ക് ഈ തൗഹീദ് പഠിപ്പിച്ചതിന്, ഈ ആദർശം പറഞ്ഞു തന്നതിന് നിങ്ങൾ എനിക്ക് പ്രതിഫലം നൽകണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എനിക്ക് കൂലിയായി പ്രതിഫലമായി ഒന്നും നൽകേണ്ടതുമില്ല. പിന്നെ എന്താണ് ആവശ്യം, എന്താണ് വേണ്ടത്? ആ സമൂഹത്തിൽ നിന്ന്, ആ ആളുകളിൽ നിന്ന് പ്രവാചകൻ തനിക്ക് അനുവദിച്ചു കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അതെന്താ? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നാണ്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അതെ, ആ കുടുംബ ബന്ധത്തിലുള്ള ആ സ്നേഹം അത് നിങ്ങൾ നിലനിർത്തണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളൂവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ആ കുടുംബ ബന്ധം, ആ സ്നേഹബന്ധം, ആ മവദ്ദത്ത് അത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അത് നിങ്ങൾ നിലനിർത്തണം, അത് നിങ്ങൾ മുറിച്ചു കളയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ മവദ്ദത്ത്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ തമ്മിൽ ആ സ്നേഹമുണ്ടല്ലോ കൂട്ടരെ, ആ സ്നേഹം നിങ്ങൾ നിലനിർത്തണേ എന്ന് മുസ്ലിക്കുകളായ ബഹുദൈവ ആരാധകന്മാരായ ആ മക്കയിലെ തന്റെ ബന്ധുക്കളായ ആളുകളോട് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അവസാനം എതിർപ്പ് സഹിക്കവയ്യാതെ നാട് വിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ മക്ക വിട്ടു പോകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിൽ നിന്ന് ആരുമറിയാതെ സ്വകാര്യമായി അഭയാർത്ഥിയായി മദീനയിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ, മക്കയുടെ അതിർത്തി കടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട്. അല്ലയോ മക്ക, അള്ളാഹുവിന്റെ ഭൂമിയിലെ നാടുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് നീയാണ് മക്ക. പക്ഷേ നിന്റെ ജനത ഈ നാട്ടിൽ താമസിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. അവരെന്നെ പുറത്താക്കുകയാണ്. അവരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ട് പോകുമായിരുന്നില്ല എന്ന് നബിതങ്ങൾ പറയുമ്പോൾ, അന്ന് മക്ക ഒരു ഇസ്ലാമിക രാജ്യമല്ല, അന്ന് മക്ക ഒരു മുസ്ലിം സൊസൈറ്റി മാത്രം ഒരു നാടല്ല. അന്ന് മക്കയുടെ ആധിപത്യം അബൂജഹലിനും കൂട്ടർക്കുമാണ്. അന്ന് മക്കയുടെ ആധിപത്യം അബൂലഹബിനും അനുയായികൾക്കുമാണ്. അന്ന് കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ട സാഹചര്യമാണ്. അങ്ങനെ ബഹുദൈവ ആരാധകന്മാരുടെ കയ്യിലുള്ള ബഹുദൈവ ആരാധകന്മാരുടെ നേതൃത്വം നൽകുന്ന ആ മക്ക എന്ന പ്രദേശത്ത് നിന്ന് മനസ്സ് പൊട്ടിക്കൊണ്ടാണ് നബിതങ്ങൾ പോകുന്നത്. ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചക തങ്ങൾ ചില പാഠങ്ങൾ തീർച്ചയായും നൽകിയില്ലേ നമുക്കതിൽ. അതുകൊണ്ട് തന്നെ ഏതു രാജ്യത്തും ഏത് സമൂഹത്തിലും മുസ്ലിമുകൾക്ക് ജീവിക്കാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് അത് ആത്മാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം
ജീവിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ച് ഇന്ന നാട്ടിൽ ജീവിക്കാൻ പാടില്ലെന്നോ ഇന്ന സമൂഹത്തിനിടയിൽ ഇടകലരാൻ പാടില്ല എന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉയർന്നു വന്ന ചില അത്തരം ഫിത്നകൾ, ചില വസ്വാസുകൾ ഇസ്ലാമും അതുമായി യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇന്ത്യ വിട്ടു പോകണമെന്ന്, ഇന്ത്യയിൽ ജീവിക്കാൻ പാടില്ലെന്ന്, ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകൽ ബാധ്യതയാണ് എന്നൊക്കെ മതപരമായ കടമയായി അത് പരിചയപ്പെടുത്തുന്ന, അതിനുവേണ്ടി വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ, പ്രവാചക അധ്യാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന, അതിന് ആ നിലയ്ക്ക് തെറ്റായ തലങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി ഈ രാജ്യം മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പാടില്ലാത്ത രാജ്യമാണ് എന്ന് ആ നിലയ്ക്ക് പ്രചരിപ്പിക്കുന്ന ചില പ്രചാരണങ്ങൾ ഖുർആനുമായി സുന്നത്തുമായി ഇസ്ലാമിക ആശയങ്ങളുമായി ബന്ധമുള്ളതേ അല്ലെന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും ആവശ്യമില്ല സഹോദരങ്ങളെ. ഈ രാജ്യത്തും മുസ്ലിമീങ്ങൾ ജീവിച്ചു പോന്നിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലോ, പാരമ്പര്യമുണ്ടല്ലോ. വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചു പോയ രാജ്യമാണല്ലോ ഈ ഇന്ത്യ മഹാരാജ്യവും. ലോകത്തേക്ക് മൊത്തം ഇസ്ലാമിക വെളിച്ചം പകർന്നു നൽകിയ ഒട്ടനവധി ആയിരക്കണക്കായ പണ്ഡിതന്മാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള മഹാപണ്ഡിതന്മാർക്ക് ഗുരുതുല്യരായി വർത്തിച്ച എത്ര വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരൊക്കെ ഒരു ശരിയായ മുസ്ലിമായി ജീവിച്ച അതേ സമയത്ത് തന്നെയാണ് ഈ രാജ്യത്തിന് വേണ്ടിയും അവർ നിലകൊണ്ടത്. ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ പോരാടിയത്. കേരളത്തിലാണെങ്കിലും ഈ കേരളത്തിന് പുറത്ത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ ജീവിച്ചുപോയ ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാ കാലത്തും ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ എല്ലാ മേഖലകളും ഇടപെടുകയും സ്വാതന്ത്ര്യ സമരങ്ങളിൽ പോലും മുന്നണി പോരാളികളായി നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കൊന്നും അവർ പഠിച്ച ഇസ്ലാം, അവർ പഠിച്ച ഖുർആൻ, അവർ പഠിച്ച ഹദീസുകൾ അവർക്കൊരിക്കലും ഈ രാജ്യത്ത് ജീവിക്കുവാനോ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനോ ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനോ തടസ്സമായിട്ടില്ല. അബുൽ കലാം ആസാദ് ആ രംഗത്ത് എടുത്തു പറയേണ്ട വ്യക്തിത്വമാണല്ലോ. ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം, ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതേസമയം അദ്ദേഹം ഒരു സലഫി ആദർശക്കാരൻ കൂടിയാണ്. സലഫി ആദർശത്തിന് അദ്ദേഹം പ്രാവീണ്യം നേടുകയും വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും ആ ഖുർആനിനെ പരിഭാഷ എഴുതുകയും ചെയ്ത അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി സ്ഥാനമേറ്റെങ്കിൽ അദ്ദേഹത്തൊരിക്കലും താൻ പഠിച്ച ഖുർആൻ, താൻ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ ഈ രാജ്യത്തെ ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി മാറാൻ തടസ്സമായിട്ടില്ല. എന്നു മാത്രമല്ല, ഇന്നും ഇന്ത്യ രാജ്യത്ത് സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളുടെ അടിസ്ഥാന രേഖ അദ്ദേഹം അന്ന് രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ നയങ്ങൾ തന്നെയാണ് എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്. ശേഷം പിന്നീട് പലപ്പോഴായി വിദ്യാഭ്യാസ നയങ്ങളിൽ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടായേക്കാം. വ്യത്യസ്ത കമ്മീഷനുകൾ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച പരിഷ്കാരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ എല്ലാം അടിസ്ഥാനം അബുൽ കലാം ആസാദ് അന്ന് രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ നയം തന്നെയായിരുന്നു എന്നത് നമുക്ക് ആ രംഗത്ത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇസ്ലാമിനെതിരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അനിസ്ലാമിക ഭരണവ്യവസ്ഥയാണ് എന്നോ ത്വാഗൂത്താണ് എന്നോ അത് ഇസ്ലാമികമായ രീതിയല്ല എന്നോ അതുകൊണ്ട് അത്തരം ഭരണവ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കാൻ പാടില്ലെന്നോ അത് ബഹുദൈവ ആരാധനയാണ് എന്നോ ഇസ്ലാമിന് അന്യമാണ് എന്നോ ആര് പറഞ്ഞാലും ശരി, ഇനി അതോടൊപ്പം അത്തരം രാജ്യത്ത് തന്നെ ജീവിക്കാൻ പാടില്ലെന്ന് ഏതെങ്കിലും നമുക്ക് ചില ആളുകൾ വിളിച്ചു പറഞ്ഞെങ്കിൽ അതും ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു വിശ്വാസിക്ക് എവിടെയും ജീവിക്കാം, തന്റെ ആദർശം കാത്തുസൂക്ഷിക്കാനുള്ള സാഹചര്യവും സംവിധാനങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം. അതേസമയം ഒരിക്കലും തന്റെ ആദർശം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ലെന്ന് വന്നാൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് അയാൾ മാറാൻ ഇസ്ലാം അയാൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തന്റെ ആദർശപ്രകാരം തന്റെ വിശ്വാസപ്രകാരം ജീവിക്കാൻ ഒരു നാട്ടിൽ സാധ്യമല്ല എങ്കിൽ ആ നാട്ടിൽ നിന്ന് അയാൾ പലായനം ചെയ്യട്ടെ. സൗകര്യമുള്ള സാഹചര്യമുള്ള പ്രദേശത്തേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ഇന്ത്യയിൽ നിന്ന് പോവുക എന്നതല്ല. ഇന്ത്യ ഇന്നൊരു രാജ്യമാണെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ എന്നുള്ളത് ഒറ്റ രാജ്യമായിരുന്നില്ലല്ലോ. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ കൂടിയ 500 ചില്ലാനം രാജ്യങ്ങൾ കൂടിയതാണ് പിന്നീട് ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യമായി മാറിയത്. വിഭജനത്തിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ച് ഒറ്റ രാജ്യമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രാജ്യം എന്ന കൺസെപ്റ്റ്, രാജ്യത്തിന്റെ അതിർവരമ്പുകൾ സ്വാഭാവികമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും.
കേരളം പോലും സ്വതന്ത്രമായ 3 നാട്ടുരാജ്യങ്ങളായി നിലകൊണ്ട ഒരു കാലം കഴിഞ്ഞു പോയിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. എങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് നാട് വിട്ടുപോകുക എന്ന് പറയുമ്പോൾ ഈ അതിർത്തി മാറുന്നതിനനുസരിച്ചൊക്കെ ആ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. നബി തങ്ങൾ മക്കയിൽ നിന്ന് പോയത് മദീനയിലേക്കാണ്. അതേപോലെ മക്കയിൽ നിന്ന് അതിനു മുമ്പ് ഒരു അഭയം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയത് ത്വായിഫിലേക്കാണ്. ഇന്ന് മക്കയും ത്വായിഫും മദീനയുമെല്ലാം ഒറ്റ രാജ്യമാണ്. ഒരു രാജ്യത്തിന് കീഴിൽ, ഒരു ഭരണവ്യവസ്ഥ കീഴിലാണ് ഇന്ന് ആ രാജ്യം നിലകൊള്ളുന്നത്. നബി തങ്ങൾ ഹിജ്റ പോയ കാലത്തോ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് പോയത്. എങ്കിൽ ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന അതേ ദൂരപരിധിയിൽ ഒരാൾക്ക് ഹിജ്റ പോകാമോ? ഒരു പക്ഷെ പോകാൻ പറ്റിയേക്കാം. സാഹചര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ തന്റെ ഗ്രാമം വിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോയാൽ സാഹചര്യം മാറിക്കിട്ടും. താൻ ജീവിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തിലേക്ക് താമസം മാറിയാൽ തന്റെ ആദർശ സംരക്ഷണാർത്ഥം, തന്റെ ആശയ സംരക്ഷണാർത്ഥം താൻ ഇപ്പൊ ജീവിക്കുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്ത് എനിക്കത്ര സുഖകരമല്ല, അവിടെ എനിക്ക് കൃത്യമായ ആദർശപ്രകാരം ജീവിക്കാൻ സാധ്യമല്ല, എന്റെ ആദർശം നഷ്ടപ്പെട്ടു പോകും, ഞാൻ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണെങ്കിൽ അവിടെ ആ സാഹചര്യത്തിൽ മാറി നിൽക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരിക്കലും ഒരു രാജ്യത്തിന്റെ അതിർത്തി വികസിക്കുന്നതിനനുസരിച്ച് അത് ആ പലായനത്തിന്റെ ആ അതിർത്തികളും വലുതാകുമെന്ന് പറയാവുന്നതല്ല. ഒരുപക്ഷെ ഭാവിയിൽ ലോകം മൊത്തം ഒറ്റ രാജ്യമായി വന്നുകൂടാ എന്നൊന്നുമില്ലല്ലോ. ലോകം മൊത്തം ഒന്നിച്ച് ഗ്ലോബലായുള്ള കൺസെപ്റ്റുകൾ, കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ആഗോളാടിസ്ഥാനത്തിൽ ഒന്നിച്ച് ഒറ്റ പാസ്പോർട്ടും ഒറ്റ സംവിധാനവുമായി ലോകം ഒരു രാജ്യമായി മാറിയാൽ പിന്നെ എവിടേക്ക് അവൻ ഹിജ്റ പോവുക? ഹിജ്റ അന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. ഖിയാമത്ത് വരെ ഹിജ്റയുണ്ട്. ഹിജ്റയുടെ കവാടങ്ങൾ അടക്കപ്പെടുന്നില്ല. ഹിജ്റയുടെ പലായനത്തിന്റെ അഭയാർത്ഥിയായി പോകുന്നതിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നില്ല. ലോകാവസാനം വരെ ഹിജ്റയ്ക്ക് ചില പഴുതുകൾ, ചില സാഹചര്യങ്ങൾ ലോകത്തുണ്ടായേക്കാം. ലോകം മൊത്തം ഒറ്റ രാജ്യമായി മാറുമ്പോൾ ഇങ്ങോട്ടവൻ പോകും. അപ്പോൾ അതിർത്തികൾ മാറുന്നതനുസരിച്ച് തന്റെ യാത്രയുടെ ആ ദൂരവും മാറണമെന്ന്, മാറ്റണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേസമയം തന്റെ മതം, തന്റെ ആദർശം നിലനിർത്താൻ കഴിയാത്ത, ആ ആദർശത്തിന് പിറകോട്ട് പോകേണ്ടുന്ന മതഭ്രഷ്ടരായി മാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി അനുകൂല സാഹചര്യം കിട്ടുന്നത് എവിടെയാണോ അങ്ങോട്ട് മാറാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം. ആ വക അധ്യാപനങ്ങളെ, അത്തരം ഹദീസുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ പാടില്ലെന്നും ഇവിടെ നിന്ന് പലായനം ചെയ്യൽ മുസ്ലിമീങ്ങളെ ബാധ്യതയാണ് എന്നും ചില ആളുകൾ പറയുന്നത് ശരിയല്ല എന്നർത്ഥം. ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയാൽ ഹിജ്റയായി കൂട്ടുമോ? എങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം? 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒറ്റ രാജ്യമായിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുക എന്ന ഒരു കാഴ്ചപ്പാട് പോലും അന്ന് സങ്കല്പിക്കാവതല്ല. എന്നാൽ ഇന്ന് രണ്ടും രണ്ടായി മാറി. അതാ ഞാൻ പറഞ്ഞത്, അതിർത്തികൾ മാറുമ്പോൾ, ഭരണങ്ങൾ മാറുമ്പോൾ, ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഈ രാജ്യം എന്ന കൺസെപ്റ്റ് മാറുമോ? അതോ ഇസ്ലാമികമായ അധ്യാപനത്തിൽ എവിടെയാണ് ഒരു ബലദ് എന്ന പ്രയോഗം ഉണ്ടാവുക? വിശുദ്ധ ഖുർആൻ മക്കയെ പറ്റി ബലദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. മക്ക എന്ന ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ചാണ്. മക്ക എന്ന ഒരു കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തെ കുറിച്ചാണ് ബലദ്, രാജ്യം എന്ന പ്രയോഗം ഖുർആൻ നിർവഹിച്ചത്. അതേപോലെ ഖറിയത്ത്, ഗ്രാമം എന്ന പ്രയോഗം, മദീന, ടൗൺ എന്ന പ്രയോഗം ഒക്കെ വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രയോഗിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ശരിയായ സോഴ്സിൽ നിന്ന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും ഇത്തരം അതിവാദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഉന്നയിക്കപ്പെടുന്നത്. അത് ശരിയല്ല, ന്യായമല്ല എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ലോകത്തിന്റെ ഏത് കോണിലും, ഏത് രാജ്യത്തും, ഏത് സൊസൈറ്റിയിലും, ഏത് ആളുകൾക്കിടയിലും അവൻ തന്റെ ആദർശം നിലനിർത്തിക്കൊണ്ട് തന്നെ, തന്റെ ആശയം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവനൊരു മാതൃകാ പുരുഷനായി ജീവിക്കാൻ സാധിക്കുമെന്നർത്ഥം. പക്ഷേ പ്രമാണങ്ങൾ കൈവശമുണ്ടാകണമെന്ന് മാത്രം, ഖുർആനും ഹദീസും കൈയുണ്ടാകണമെന്ന് മാത്രം. അത് കൈവശമുണ്ടെങ്കിൽ ഏത് സൊസൈറ്റിയിലും, ഏത് സാഹചര്യത്തിലും ഒരു മാതൃകാ പുരുഷനായി ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളാൻ തീർച്ചയായും അവനെ കൊണ്ട് സാധിക്കും. ആ നിലയ്ക്കുള്ള ഒരു നിലപാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള മാതൃകാ മുസ്ലിങ്ങളായി മാറാൻ നാം ശ്രമിക്കുക. ഖുർആനിനെ, സുന്നത്തിനെ അടിസ്ഥാന പ്രമാണങ്ങളായി, തന്റെ അടിസ്ഥാന
ആദർശത്തിന്റെ ആണിക്കല്ലുകളായി മനസ്സിലാക്കുകയും ആ പ്രമാണം അടിസ്ഥാനമാക്കി മുൻഗാമികളായ സലഫ് സ്വാലിഹികളായ ആളുകൾ ഈ ഖുർആനിനെയും സുന്നത്തിനെയും എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതേ നിലവാരത്തിൽ തന്നെ അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ നിലക്കുള്ള അതിവാദങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ലാതായി മാറും. അതുകൊണ്ട് ആ ശരിയായ റൂട്ട്, ആ ശരിയായ നിലപാട് അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് പാലിക്കാനും തന്നെയാണ് നാം ശ്രമിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതല്ലാതെ അതിവാദങ്ങൾ കടന്നുവരുന്നുവെങ്കിൽ, ഭീകരവാദ തീവ്രവാദ രീതികൾ സമുദായത്തിൽ കടന്നുവരുന്നുവെങ്കിൽ അതൊക്കെ പ്രമാണങ്ങളെ ശരിയാവണ്ണം ഉൾക്കൊള്ളാത്തത് കൊണ്ടും പ്രമാണങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി തെറ്റായ തലങ്ങളിലേക്ക് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചോ തെറ്റിദ്ധരിച്ചോ ഒക്കെ പോകുന്നതിന്റെ ഫലമാണ് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ ഭീകരവാദ നിലപാടുകളും ലോകത്ത് ചില തെരഞ്ഞെടുക്കപ്പെട്ട ചില രാജ്യങ്ങൾ അവിടെ മാത്രമേ ജീവിക്കാനാകൂവെന്ന ചില ആളുകൾ സ്വയം ഖലീഫമാരായി സ്വയം ഭരണാധികാരികളായി രംഗത്ത് വന്ന ചില ആളുകൾ അവരൊക്കെ കീഴിലേക്ക് അവരൊക്കെ മുന്നിലേക്ക് ചെന്ന് അവരെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് പ്രതിജ്ഞ ചെയ്ത് അവരെ കീഴിൽ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ശരിയായ മുസ്ലിമായി മാറാൻ പറ്റുമെന്ന IS പോലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ ഒരിക്കലും പ്രമാണബദ്ധമല്ല എന്നുകൂടി ഇതിനെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അത്തരം ആളുകളാണ് ഇത്തരം ഫിത്നകളുടെ ബീജാവാപം നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. തങ്ങൾ സ്വയം ഖലീഫയായി കൊണ്ടുവന്ന അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളെ മുമ്പിലേക്ക് വരണമെന്നാണ്. അയാളെ കീഴിൽ വന്ന് അയാളുമായി ബൈഅത്ത് ചെയ്ത് അയാൾ പറയുന്ന രൂപത്തിൽ മുന്നോട്ട് നീങ്ങിയെങ്കിലേ ഒരാൾ സാക്ഷാൽ മുസ്ലിമാകൂ. അതല്ലാത്തത്തോളം കാലം ലോകത്തെവിടെ ജീവിച്ചാലും ശരി, അത് ഇന്ത്യ എന്നല്ല സൗദി അറേബ്യയിൽ പോലും ജീവിച്ചാലും അയാൾ സാക്ഷാൽ മുസ്ലിമാവില്ല എന്ന് പഠിപ്പിക്കുന്ന ആ IS പോലുള്ള തെറ്റായ നിലപാടുകാരുടെ ആ നിലപാടിന്റെ ബാക്കി പത്രങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില ആളുകൾ അതിലേക്ക് എത്തിപ്പോകാവുന്ന വാദങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അതൊന്നും ആര് പറഞ്ഞാലും എവിടുന്ന് വന്നാലും ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത നൂതനവാദങ്ങളാണ്, അതിവാദങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുകയും ശരിയായ പ്രമാണങ്ങൾ എന്ത് നിലപാടാണോ പഠിപ്പിക്കുന്നത് ആ നിലപാട് ഏറ്റെടുക്കുകയും അത് പഠിക്കുകയും ശരിയായ സോഴ്സിൽ നിന്ന് ശരിയായ യോഗ്യരായ ആളുകളിൽ നിന്ന് മതത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.